സിനിമാ കോൺക്ലേവിൻ്റെ വേദിയിൽ കഴിഞ്ഞ ദിവസം അടൂർ ഗോപാലകൃഷ്ണൻ്റെ ഒരു പരാമർശം വലിയ തോതിൽ ചർച്ചയാവുന്നു എന്നതിനപ്പുറം ഇത് ഭരണത്തിൽ തന്നെ ഇരിക്കുന്ന വിവിധ മന്ത്രിമാർക്ക് തന്നെ വ്യത്യസ്ത അഭിപ്രായമുണ്ട് ഈ കാര്യത്തിൽ. ഇത് ശരിക്കും ഒരു സ്ത്രീവിരുദ്ധ പരാമർശമാണോ അദ്ദേഹം അവിടെ നടത്തിയത്? എന്താണ് ഈ സ്ത്രീ വിരുദ്ധത? എനിക്ക് മനസ്സിലാവുന്നില്ല. സ്ത്രീ വിരുദ്ധതയാണെന്ന് പറയുന്നു, ദളിത് വിരുദ്ധതയാണെന്ന് പറയുന്നു. അദ്ദേഹം പറഞ്ഞത്, ആ പ്രസംഗം പലയാവർത്തി കേട്ടയാളാണ് ഞാൻ. അദ്ദേഹം പറഞ്ഞത്, ഇപ്പോൾ പട്ടിക വിഭാഗത്തിന് സിനിമ എടുക്കാൻ പണം കൊടുക്കുന്നു, 1.5 കോടി രൂപ KSFTC കൊടുക്കുന്നു. അത് 3 പേർക്കായിട്ട് 50 ലക്ഷം രൂപ വീതം കൊടുത്താൽ 3 സിനിമ ഉണ്ടാവില്ലേ? അത് മാത്രവുമല്ല, അവർക്ക് നല്ല പരിശീലനം, ഒരു 3 മാസത്തെങ്കിലും പരിശീലനം കൊടുക്കണം. ഉടനെ ഇവിടെ ദളിത് ആക്ടിവിസ്റ്റുകൾ പറഞ്ഞതെന്താണ്? പട്ടിക ജാതിയിൽപ്പെട്ടവർക്ക് വിവരമില്ലാത്തതുകൊണ്ട് അവർക്ക് പരിശീലനം കൊടുക്കണമെന്ന് പറഞ്ഞുവെന്നാണ് പറയുന്നത്. എനിക്ക് മനസ്സിലാവുന്നില്ല. സിനിമ എടുക്കാൻ വരുന്നവർ അവർക്ക് പരിശീലനം കൊടുക്കണം എന്ന് പറയുന്നത് തെറ്റാണോ? അദ്ദേഹം ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിച്ചിട്ട് വന്ന ആളാണ്, പരിശീലനം നേടി വന്ന ആളാണ്. അല്ലെങ്കിൽ ഇവിടുത്തെ സംവിധായകർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുകയോ അല്ലെങ്കിൽ മറ്റ് സംവിധായകരുടെ കീഴിൽ നിന്ന് സിനിമയുടെ ബാലപാഠങ്ങൾ പഠിച്ചിട്ടാണ് സിനിമ എടുക്കാൻ വരുന്നത്. അതിൽ മറ്റൊരു ചലച്ചിത്ര പ്രവർത്തകൻ പറഞ്ഞത്, KSFTC എടുത്ത അല്ലെങ്കിൽ പണം കൊടുത്ത് നിർമ്മിച്ച സിനിമകൾ കണ്ടിട്ട് 5 മിനിറ്റ് സഹിക്കാൻ കഴിയുന്നില്ല എന്നാണ് പറഞ്ഞത്. കാരണം സിനിമയുടെ വ്യാകരണം അറിയാത്തതുകൊണ്ട്, ഒരു തിരക്കഥ ഉണ്ടായതുകൊണ്ട് മാത്രം സിനിമ ഉണ്ടാവുന്നില്ല. ആ സിനിമയ്ക്ക് ഒരു വ്യാകരണമുണ്ട്. ആ സിനിമ അത് ചിത്രീകരിക്കുന്നതിന് അതാണല്ലോ സംവിധായകൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ആർക്കും അങ്ങ് സിനിമ എടുത്താൽ പോരെ, ഒരു ക്യാമറമാൻ്റെ കയ്യിലേക്ക് ആ സ്ക്രിപ്റ്റ് കൊടുത്താൽ പോരെ. ഒരു സംവിധായകൻ അവിടെ വേണമെന്ന് പറയുന്നത് ആർട്ടിസ്റ്റുകളെ ഏത് ലെവൽ വരെ, അവരെ ഏത് മീറ്ററിൽ അഭിനയിപ്പിക്കണം, അതിൻ്റെ സ്കെയില്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു സീൻ വിഷ്വലൈസ് ചെയ്യുന്നത്, ജനങ്ങളിലേക്ക് എത്തുന്ന തരത്തിൽ. ഇതൊക്കെയാണ് പരിശീലനവും പഠിപ്പീരും എന്ന് പറയുന്നത്. അപ്പോൾ അടൂർ ഗോപാലകൃഷ്ണൻ പറഞ്ഞത് അത് തെറ്റാണ് എന്ന് ഈ ഇവിടുത്തെ ആക്ടിവിസ്റ്റുകൾ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഡോക്ടർ ബിജു ഒരു ദളിതനാണ്. അദ്ദേഹം ഒരുപാട് സിനിമകൾ എടുത്തിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത്, അദ്ദേഹം ഒരു സിനിമാ പരിചയവുമില്ലാതെ സിനിമയിലേക്ക് വന്ന ആളാണ്. അത് അദ്ദേഹത്തിൻ്റെ ആദ്യകാല സിനിമ സൈറ എന്ന മറ്റാണെന്ന് തോന്നുന്നു ആദ്യ സിനിമ. അത് കാണുമ്പോൾ മനസ്സിലാവും. അതിനുശേഷം പിന്നീട് വന്നിട്ടുള്ള സിനിമകളിൽ അതിൻ്റെ മാറ്റങ്ങൾ അറിയാൻ പറ്റും. അതാണ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. ദേശീയ അവാർഡ് നേടിയ സംവിധായകനാണ്. ഇൻ്റർനാഷണൽ അവാർഡുകൾ നേടിയിട്ടുണ്ട്. അദ്ദേഹം മോശപ്പെട്ട ആളാണെന്ന് ആരും പറഞ്ഞിട്ടില്ല. എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ്, ഞാൻ ബഹുമാനിക്കുന്ന ആളാണ്. ഇവിടെ ഞാൻ പറയുന്നത്, എന്തെങ്കിലും ഒരു വിഷയം ഇന്നൊരു പ്രസംഗം പറഞ്ഞാൽ അതിൽ പൊളിറ്റിക്കൽ കറക്റ്റ്നസ് കണ്ടുപിടിക്കുക. ഇവിടെ ദളിതനെന്ന് പറയാൻ പറ്റില്ല, പട്ടികജാതി പട്ടികവർഗമെന്ന് പറയാൻ കഴിയില്ല. പറഞ്ഞാൽ ഉടനെ അവനെതിരെ തിരിയുകയാണ്. ഇവിടെ ജാതി അധിക്ഷേപം നടത്തി വരേണ്യവർഗത്തിൻ്റെ പ്രതിനിധിയാണ്. എനിക്ക് മനസ്സിലായിട്ടില്ല. ഇവിടെ ഏറ്റവും അധികം ജാതിയുടെ പേര് പറഞ്ഞ് പ്രശ്നമുണ്ടാക്കുന്നത് ഇവിടുത്തെ ഈ പറയുന്ന ഈ കൺവെൻഷണൽ ജാതിയിൽ വിശ്വസിക്കുന്ന ഈ അടിസ്ഥാന വർഗം എന്ന് പറയുന്നവരാണ്. അവരെന്തിനാണെന്ന് ഈ ജാതി അന്വേഷിച്ചു പോകുന്നത്? അവർക്ക് അവരുടെ ജാതി പറയുന്നത് അപമാനമാണെങ്കിൽ ആ ജാതിയിൽ നിന്നും പുറത്തു വരട്ടെ. എനിക്ക് ജാതിയില്ല എന്ന് പറയൂ, എനിക്ക് മതമില്ല എന്ന് പറയൂ. ഞാൻ അങ്ങനെ തീരുമാനിച്ച ആളാണ്. ഞാൻ ദളിതനായതുകൊണ്ടല്ല, ഞാനൊരു ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ജനിച്ച ആളാണ്. പക്ഷെ ഞാൻ പറയുന്നു, എനിക്ക് മതമില്ല, ജാതിയില്ല. അതുകൊണ്ട് നിരീശ്വരവാദിയാണെന്നോ അങ്ങനെയൊന്നും ആരും വിവക്ഷിക്കേണ്ട. മതങ്ങളുടെയും സമുദായത്തിൻ്റെയും ചട്ടക്കൂടുകൾ നമ്മൾ ഉപേക്ഷിക്കണം. എന്നാൽ എന്തുകൊണ്ടാണ് ഒരു പട്ടികജാതിയിൽപ്പെട്ടവർ അത് ഉപേക്ഷിക്കാൻ തയ്യാറാവാത്തത്? അവർക്ക് സർക്കാരിൻ്റെ എല്ലാ ആനുകൂല്യങ്ങളും വേണം, ഈ സമൂഹത്തിൽ എല്ലാ ആനുകൂല്യങ്ങളും കിട്ടണം. ഇപ്പോൾ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടതുകൊണ്ടാണല്ലോ സർക്കാർ ഈ 1.5 കോടി രൂപ കൊടുക്കുന്നത് സിനിമ എടുക്കാൻ. ബാക്കി മറ്റ് വിഭാഗങ്ങളിൽപ്പെട്ടവർക്ക് അത് ചെയ്യുന്നില്ലല്ലോ. അവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനാണ് ഞാൻ പട്ടികവർഗക്കാരെ അത് മാറ്റി നിർത്തുന്നു. അവരെ കൊണ്ടുവരണം. ഇവിടെ ഏത് പട്ടികജാതിയിൽപ്പെട്ടവർക്കാണ്, ഏത് ഈ സമൂഹത്തിൽ പട്ടികജാതിയിൽപ്പെട്ടവരെ ആരെങ്കിലും അപമാനിക്കുന്നുണ്ടോ? അവരെ ആരെങ്കിലും അടിച്ചു താഴ്ത്തുന്നുണ്ടോ? അവർക്കെല്ലാ സംവരണങ്ങളും കിട്ടുന്നുണ്ട്. അവരുടെ പൂർവികർ അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ, അവർ അനുഭവിച്ച പീഡനങ്ങൾ, അതിന് അനന്തര തലമുറ അതിൻ്റെ സുഖസൗകര്യങ്ങൾ അനുഭവിക്കുകയാണ്. അത് അനുഭവിച്ചോട്ടെ, ഞാൻ അതിനൊന്നും എതിരല്ല. പക്ഷേ എവിടെയെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ, വന്യവയോധികനായ അടൂർ ഗോപാലകൃഷ്ണൻ ഇവിടെ ദളിതരെ അപമാനിച്ചു, സ്ത്രീകളെ അപമാനിച്ചു എന്ന് പറഞ്ഞ് അദ്ദേഹം പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു സ്ത്രീ അവരെഴുന്നേറ്റെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ മിണ്ടാതിരിക്കൂ, വഴിയെ കയറി
വഴിയെ നടക്കുന്നവർ കയറി വന്ന് സംസാരിക്കുന്ന സ്ഥലമല്ല എന്ന് പറഞ്ഞു. അവർ പുഷ്പവതി എന്ന് പറയുന്ന ഒരു ഗായികയാണ്, സംഗീത നാടക അക്കാദമിയുടെ വൈസ് ചെയർപേഴ്സൺ ആണെന്ന് പറയുന്നു. അതൊന്നും അദ്ദേഹത്തിന് അറിയുമായിരിക്കില്ല. എന്തായാലും ഈ സ്ത്രീ ചെയ്ത് തെറ്റല്ലേ? ഒരാൾ പ്രസംഗിച്ചുകൊണ്ട് അവർ പറയുന്നത് എനിക്ക് അവകാശമുണ്ട് എൻ്റെ അഭിപ്രായം പറയാമെന്ന്. അത് മറ്റൊരാൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് തടസ്സപ്പെടുത്തിക്കൊണ്ടല്ല അവരുടെ അഭിപ്രായം പറയേണ്ടത്. അദ്ദേഹം പ്രസംഗം അവസാനിപ്പിക്കുമ്പോൾ എഴുന്നേറ്റെന്ന് പറയണം താങ്കൾ പറഞ്ഞത് ശരിയല്ല. ഇനി അടൂർ ഗോപാലകൃഷ്ണൻ്റെ ഭാഗത്തൊരു തെറ്റുണ്ട്. ആ സ്ത്രീ അങ്ങനെ പറഞ്ഞപ്പോൾ നിങ്ങളിരിക്കൂ, ഞാൻ സംസാരിച്ചു കഴിഞ്ഞതിന് ശേഷം സംസാരിക്കുമെന്ന് സമാധാനമായി പറയാമായിരുന്നു. അത് അദ്ദേഹത്തിൻ്റെ പ്രായത്തെയും അദ്ദേഹത്തിൻ്റെ പദവിയെയും പരിഗണിച്ചുകൊണ്ട് അദ്ദേഹം അത് പറയണമായിരുന്നു. അദ്ദേഹത്തിന് ഒരു നിമിഷം ടെമ്പർ ലൂസായി, ദേഷ്യം വന്നു. അത് വരാൻ പാടില്ലായിരുന്നു എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കും. അതല്ലാതെ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളിൽ യാതൊരു തരത്തിലുള്ള കുഴപ്പവും ഉണ്ടായിരുന്നില്ല. ആരെയും അപമാനിക്കാൻ ശ്രമിച്ചിട്ടില്ല. അദ്ദേഹം ഒരു വരേണ്യവർഗത്തിൻ്റെ പ്രതിനിധിയായി സംസാരിച്ചിട്ടില്ല. ഇനി അദ്ദേഹത്തെക്കുറിച്ച് വ്യക്തിപരമായി പറയുമ്പോൾ വ്യക്തിപരമായി ഒരുപാട് ദോഷങ്ങളുള്ള ആളാണ്. കൊമേഴ്സ്യൽ സിനിമ ചെയ്യുന്നവരെ അദ്ദേഹത്തിന് ഇഷ്ടമല്ല. അവരെ അദ്ദേഹം ഒരു വെളിപ്പാടകലെ മാറ്റി നിർത്തും. അവർ ഏതോ ഒരു ഫംഗ്ഷനിൽ ഒരു കൊമേഴ്സ്യൽ സിനിമയുടെ ആൾ ഷെയ്ക്ക് ഹാൻഡ് ചെയ്യാൻ ചെന്നപ്പോൾ അദ്ദേഹം കൈ തട്ടി മാറ്റി എന്നാണ് പറയുന്നത്. അദ്ദേഹം ആ വ്യക്തിയെ അറിയാമായിരുന്നിട്ടാണോ അതോ അറിവില്ലാതെയാണോ എനിക്കറിയില്ല. അങ്ങനെ ആണെങ്കിൽ തന്നെ അദ്ദേഹം അത് ചെയ്യാൻ പാടില്ല. ഏത് മനുഷ്യരോടും, അതായത് സിനിമാ പ്രവർത്തകനല്ല ഏത് സാധാരണക്കാരോടാണെങ്കിലും നമ്മൾ സൗമ്യമായി നല്ല മനസ്സോടെ പെരുമാറുക എന്നുള്ളതാണ് ഏതൊരു വ്യക്തിയുടെയും അന്തസ്സ് എന്ന് ഞാൻ വിചാരിക്കുന്നു. അദ്ദേഹം പത്മഭൂഷൺ കിട്ടിയ ആളാണ്. ഒരുപാട് ദേശീയ അന്തർദേശീയ അവാർഡുകൾ കേരളത്തിന് കൊണ്ടുവന്നയാളാണ്. അദ്ദേഹത്തിൻ്റെ പ്രായത്തെ പരിഗണിക്കണം, അദ്ദേഹത്തിൻ്റെ പദവിയെ പരിഗണിക്കണം. ഒപ്പം അദ്ദേഹത്തിൻ്റെ പെരുമാറ്റത്തിൽ അദ്ദേഹവും ശ്രദ്ധ പുലർത്തേണ്ടതായിരുന്നു. എന്നാൽ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുകയാണ്. ഇന്ന് നമുക്ക് ഒരു കാര്യവും പരസ്യമായി പറയാൻ കഴിയില്ല. ഇനി ഒരു ദളിതൻ ഒരു പെണ്ണിനെ പീഡിപ്പിച്ചാൽ ഇപ്പോൾ സംഭവിക്കുന്നല്ലോ, വേടൻ്റെ കഥാപാത്രത്തിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഒരു പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്തു എന്ന് അവർ പറയുന്നു. ഇനി അതല്ല, ഇവൻ വിവാഹം കഴിക്കാമെന്ന് വാഗ്ദാനം കൊടുത്ത് ആ പെണ്ണിനെ പീഡിപ്പിച്ചു എന്നാണ് പറയുന്നത്. അതിന് ഇവൻ പറഞ്ഞു ഉഭയകക്ഷി സമ്മതപ്രകാരമാണ് പീഡനം നടന്നത്, അല്ലെങ്കിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതെന്നാണ് പറയുന്നത്. എന്താണ് ഈ ഉഭയകക്ഷി സമ്മതം? ഉഭയകക്ഷി സമ്മതം എന്ന് പറയുന്നത് ഞാൻ വിവാഹം കഴിച്ചോളാം എന്ന് പറയുന്ന സമ്മതമാണ്. ഇവൻ പിന്നീട് പറഞ്ഞു എനിക്ക് വിവാഹം കഴിക്കാൻ കഴിയില്ലെന്ന്. അവർ പരാതി കൊടുത്തു. ഇപ്പോൾ ഒളിവിലാണല്ലോ. പക്ഷേ സോഷ്യൽ മീഡിയയിലെ കമൻറ്റുകൾ നിങ്ങളൊന്ന് നോക്കണം. ഒരു ദളിതനായതിൻ്റെ പേരിൽ അവനെ പീഡിപ്പിക്കുകയാണ്, അവനെ ഭയമാണ്. ഞാൻ വായിച്ചതാണ് ഇന്നലെ. ഇൻസ്റ്റാഗ്രാമിൽ ഒരു വലിയ കുറിപ്പിട്ടിരിക്കുകയാണ്, ഏതോ ഒരു ദളിതനായിരിക്കാൻ. ആ പയ്യനെ ഭയക്കുന്നത് എന്തിനാണ്? ഇപ്പോൾ പീഡനം വരെ കൊണ്ടുവന്നിരിക്കുകയാണ്. അവനൊരു കാമവെറിയനാണ്. അത് പറയാൻ എനിക്കൊരു മടിയുമില്ല. അവൻ ആ പെൺകുട്ടിയോട് പറഞ്ഞത് എനിക്ക് മറ്റു പെൺകുട്ടികളുടെ കൂടെ പോകണം, അത് നീ സമ്മതിക്കുന്നില്ല, അതുകൊണ്ട് നിന്നെ കല്യാണം കഴിക്കാൻ എനിക്ക് താല്പര്യമില്ല. ഇവിടെ പെൺകുട്ടികൾ പറഞ്ഞാൽ അത് മുഖവിലക്കെടുക്കണം എന്നാണല്ലോ നിയമം പറയുന്നത്, നിയമം അനുശാസിക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ പെൺകുട്ടി പറഞ്ഞ് കേസെടുത്തപ്പോൾ ഇവിടുത്തെ ദളിതരെല്ലാം കൂടെ അവന് അനുകൂലമായിട്ട് വന്നത്? ഇതിനിടയ്ക്ക് ഒരു കാര്യം കൂട്ടി വായിക്കണം. അവൻ ദളിതനല്ല, അവൻ്റെ അച്ഛൻ ഈഴവനായിരുന്നു, അവൻ്റെ അമ്മ സിലോൺ വംശജയാണ് എന്ന് പറയുന്നു. അത് ഞാൻ കേട്ടറിഞ്ഞതാണ്, എനിക്ക് സത്യാവസ്ഥ അറിയില്ല. ഇനി ദളിതനാണെങ്കിലും അല്ലെങ്കിലും അവനൊരു മനുഷ്യനല്ലേ. ജൂനിയർ അയ്യങ്കാളി എന്ന് അറിയപ്പെടുന്നത്. അതെ, ജൂനിയർ അയ്യങ്കാളി എന്നോ സീനിയർ അയ്യങ്കാളി എന്നോ അറിയപ്പെടട്ടെ. പക്ഷേ അവൻ തെറ്റ് കാണിച്ചാൽ അവൻ തെറ്റ് കാണിച്ചു എന്ന് പറയാൻ എന്താ? ഉടനെ അവിടെ എന്തിനാണ് നമ്മൾ ഈ ജാതിയുടെയും മതത്തിൻ്റെയും പരിഗണന കൊടുക്കുന്നത്? അവൻ ചെയ്തത് ശുദ്ധ തെമ്മാടിത്തമാണ്, തെറ്റാണ്. അവനൊരു സ്ത്രീയെ വഞ്ചിച്ചിരിക്കുന്നു, അപമാനിച്ചിരിക്കുന്നു. അവൾ കേസിന് പോയാൽ ഈ സമൂഹം അവളുടെ കൂടെ നിൽക്കണം. പക്ഷേ സോഷ്യൽ മീഡിയയിൽ വരുന്ന കമൻറ്റുകൾ മുഴുവൻ അവനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, അവനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട്, ആ സ്ത്രീയെ അപമാനിച്ചുകൊണ്ട്. അതാണോ ഇവിടുത്തെ ജനാധിപത്യം? ഈ സത്യങ്ങൾ മറച്ചു വച്ചുകൊണ്ട് ജാതി മത വർഗ വർണ്ണ ആ പ്രീണനം നടത്താൻ രാഷ്ട്രീയക്കാർ ശ്രമിക്കരുത്, സാധാരണ ജനങ്ങൾ ശ്രമിക്കരുത്. നിങ്ങൾ ദളിതനായിക്കോട്ടെ, ഗിരിവർഗക്കാരനായിക്കോട്ടെ, ഏത് വംശത്തിൽപ്പെട്ട ആളുമായിക്കോട്ടെ, ഇവിടെ വരേണ്യവർഗമെന്ന് പറയുന്ന ഒരു വിഭാഗം, പണ്ട് കാലത്ത് ഇങ്ങനെയുള്ള പീഡനങ്ങളുണ്ടായിരുന്നു, മാറ്റി നിർത്തലുണ്ടായിരുന്നു. പക്ഷേ ഇന്നങ്ങനെ ഇല്ല. ഇന്ന് ഈ സമൂഹത്തിൽ എല്ലാവരും മനുഷ്യരായിട്ട് തന്നെയാണ് എല്ലാവരെയും കാണുന്നത്. പക്ഷെ നിങ്ങളാണ് അത് ഉയർത്തിക്കൊണ്ടുവന്ന് ഞങ്ങളെ അപമാനിക്കുന്നു, ഞങ്ങളെ കീഴ്പ്പെടുത്താൻ ശ്രമിക്കുന്നു എന്ന് പറയുന്നത്. അതിൽ ഒരു യാഥാർത്ഥ്യവുമില്ല എന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ
ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.